sing Hindi song from the same this new church. उसी गीत के पत्रिका में से हम हिंदी गीत नंबर 2 गाएंगे। सुशोभित सियोन में आहा एक गीत सुनाई दे रहा। सुशोभित सियोन में आहा एक गीत सुनाई दे रहा। नया गीत गाएंगे वहाँ जो कोई अद्भुत और मधुरी वो गीत। नया गीत गाएंगे वहाँ जो कोई आगा न सके। अद्भुत और मधुरी वो गीत। माता पिता बचाओ अपना प्राण भी, प्रिय जानो सियोन की
all the family members to come and testify. Then after that, the worker, then believers can also say the testimony. अभी हम उनके परिवार के सदस्यों से गवाही देने के लिए आगे बुलाते हैं। उनके बाद सेवक लोग गवाही देंगे और उनके बाद विश्वासी भी गवाही दे सकते हैं। 9 names are given from the family members. परिवार के सदस्यों में से 9 नाम दिए गए हैं। So as you know, one by one you can come and testify in short, please. और एक एक करके आप आगे आके संक्षेप में गवाही दे सकते हैं। Sister Kutiyama, elder sister, Sister Hepsi, Matthew, younger sister, mother in Bombay Center, Sister Sunita, Brother Viju, Brother Anju Thomas, Brother Manoj, Sister Nancy Vijay, and Brother Nelson Vijay, and Sister Samati. All these names, they belong to family members, so please come one by one. ये सारे जो नाम हैं, ये उनके परिवार के सदस्यों के नाम हैं। एक एक करके आके गवाही दे सकते हैं। स्तोत्र। പല പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ച് മേടിക്കുകയാണ് എന്താ ഉദ്ദേശിക്കുന്നത് വൈ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പല ഭാഗവും പോരാൻ എനിക്കും ശരീരത്തിന് വേണ്ടത്ര സുഖമില്ലായിരുന്നു. എനിക്ക് വന്ന് എന്നോട് ഇവിടെ കാണുവാനിടയായ ഇടയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടൊന്നും ടിക്കറ്റ് കിട്ടാൻ വഴിയില്ലാതെ അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ പ്ലെയിനാണ് ഇവിടെ വന്നത്. എങ്കിലും ഇതിൻ്റെ കൃപയാൽ എൻ്റെ കുടുംബജീവനം പറഞ്ഞ എൻ്റെ ഭർത്താവ് ഒരു രോഗം മുഖാന്തരമാണ് ഞങ്ങൾ ഈ രക്ഷയിലേക്ക് വരുവാനിടയായത്. എൻ്റെ മാതാവിന് ഒരു അർബുദ രോഗം പിടിച്ചിട്ട് ഞാനും ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും അത്ര അറിവില്ലായിരുന്നു. എങ്കിലിങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ആശുപത്രിയിലാക്കി അവിടുത്തെ മെയിൻ ഡോക്ടർ പറഞ്ഞു ഒരു 5 ദിവസമേ ഈ ഭൂമിയിൽ ഇരിക്കുകയുള്ളൂ, ഇവരെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് തിരിച്ചു വെട്ടി വിട്ടു. 5 ദിവസം കഴിഞ്ഞ് വെട്ടി വന്നപ്പോൾ തീരെ വയ്യാതെയായി. അങ്ങനെ ഞങ്ങളുടെ ഏലപ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സഹായം കൂടുന്ന കട്ടപ്പന സെൻറ്ററിൻ്റെ ലോക്കൽ ഏലപ്പാറയിലാണ് ഞങ്ങൾ കൂടാൻ ഇടയായത് തന്നെ എൻ്റെ മാതാവിന് ഈ രോഗം മുഖാന്തരം ഇങ്ങനെ പറഞ്ഞു വിട്ടതിനാൽ എന്ത് ചെയ്യുന്നത്. അങ്ങനെ സുവിശേഷ വേലക്കാർ അവിടെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ എൻ്റെ മാതാവ് എന്നെ പറഞ്ഞയച്ചു. ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചു. ദൈവം 5 ദിവസത്തെ ഡോക്ടർ അവധി പറഞ്ഞ് എൻ്റെ മാതാവിന് പൂർണ്ണമായ വിടുതൽ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ സത്യത്തിലേക്ക് വരുവാനിടയായത്. അങ്ങനെ ഈ സത്യത്തിൽ വന്നാൽ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടതിനാൽ ഹിന്ദു മനുഷ്യനായിരുന്നാൽ ഞങ്ങൾ ഈ രക്ഷയിലേക്ക് വന്നത് മുഖാന്തരം മാതാവ് ഒരുപാട് ദുരിതങ്ങളും കഷ്ടങ്ങളും വേദനകളും പല പ്രാവശ്യവും എൻ്റെ മാതാവിനെ കൊല്ലാൻ എൻ്റെ പിതാവ് മുറിച്ചെങ്കിലും ദൈവത്തിലെല്ലാം വിടുവിച്ചു. എങ്കിലും അതിനുശേഷമാണ് ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളിൽ ഏറ്റവും മൂത്തവളാണ് ഞാൻ. അതിൽ 3 പേര് മരിച്ചുപോയി. ബാക്കി ഞങ്ങൾ 5 പേരുണ്ട്. 3 പേരെ വിവാഹം കഴിച്ച് 2 പേരെ കർത്താവിൻ്റെ വേലയ്ക്കായി കിട്ടും. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ 1977 ഇവിടെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അന്നേരം എന്നെ വിവാഹം കഴിച്ച് കൊടുത്തയച്ച് എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ഫലവിധമായ ആ 77 പല അന്നത്തെ സമയം ക്ഷാമത്തിന് ആഹാരത്തിനൊക്കെ വലിയ ക്ഷാമകാലങ്ങളായിരുന്നു. എങ്കിലും കർത്താവ് അവൾ സഹിച്ചതായ കഷ്ടത വേദനകളോ ആരും ഞങ്ങളോട് പറയുക വീട്ടിൽ 2 പ്രാവശ്യം വന്നെങ്കിലും ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെയും പറഞ്ഞ് ഞാൻ സന്തോഷമായിരിക്കുന്നു, ഒന്നിനും കുറവില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത്. ഭക്ഷണത്തിന് പലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേലയിലുണ്ടായിരുന്നെങ്കിലും അതെല്ലാം സഹിഷ്ണുതയോടെ സഹിച്ച് ഇതുവരെ ആരോടൊരു പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ ഇതുവരെയും ഈ 50 വർഷം വരെയും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചു. എങ്കിലും ദൈവത്തിന് നല്ലവനാണ്. ദൈവത്തെ ഞങ്ങൾ അങ്ങനെ മുഖാന്തരം ഈ സത്യത്തിലേക്ക് വന്ന് ഇന്നുവരെ എൻ്റെ മാതാവ് ഈ സത്യത്തിൽ ഞങ്ങളെ വളർത്തി. ഒരു മരുന്നോ മന്ത്രത്തിനോ ഞങ്ങൾക്കും പല രമതമായ രോഗങ്ങൾ വന്നെങ്കിലും എൻ്റെ മാതാവ് പറയാം, എൻ്റെ മക്കൾ മരിച്ചാൽ മരിക്കട്ടെ, ഞാൻ ഒരു തുള്ളി മരുന്ന് കൊടുത്താലേ എൻ്റെ രോഗത്തിന് സൗഖ്യം ദൈവം ഇവർക്ക് സൗഖ്യം കൊടുക്കട്ടെ. ഞങ്ങളൊരു ഭീഷണിയിലാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അങ്ങനെ സൺഡേ സ്കൂളിൽ പഠിച്ച് വിളിച്ചവർ പ്രായം
തൊട്ടേ കർത്താവിന് ആയിട്ട് വലിയൊരു ജീവിതത്തിന് ആകെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അതിൽ ഇവിടെ ദൈവം മുന്നമേ കണ്ടിരുന്നതിനാലാണ് ദൈവം അതിൽ നിന്നെല്ലാം ദൈവം അവൻ്റെ അവസ്ഥയിൽ എവിടെയും അവൾക്ക് നല്ല സാക്ഷിയായി ചെറുപ്പകാലങ്ങളോട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലായിടങ്ങളിലും അവളൊരു നല്ല എല്ലാവർക്കും അധ്യാപകർക്കും സ്കൂളിലോ എല്ലാ ഇടങ്ങളിലും അവൾക്കൊരു മാതൃകയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. എങ്കിലും കർത്താവിൻ്റെ വേലയിൽ വന്ന് ഇതുവരെയും ഈ വേല ചെയ്യുവാൻ അവൾക്ക് കൃപ കൊടുത്തു. ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അവൾ വിശ്വസ്തയോടെ നിന്നും അന്ത്യവരെയും കർത്താവിൻ്റെ വേല ചെയ്യാൻ സഹായിച്ചു. എങ്കിലും ഞങ്ങളെ സത്യത്തിൽ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെടാതെയാണ് മരിച്ചത്. എങ്കിലും രണ്ടുപേരെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തതിനാൽ ഞങ്ങൾ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ദൈവം ഒരു നീതി ചെയ്യുമെന്ന് ഓർക്കുന്നതിനാൽ ഞങ്ങൾ കുടുംബമായി ഈ സത്യത്തിലായ ദൈവത്തെ മാറ്റപ്പെടുത്താൻ തന്നു. ഈ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇതുവരെയും ഈ 50 വർഷവും ദൈവം അവിടെ സഹായിച്ചു. അവൾ ആർക്കും ഒരു പരാതി പരിഭവത്തിനൊന്നും ഒരു ഇടപെടുക്കാതെ അവൾ സ്വന്തം വീഴ്പിച്ച വേല പൂർണ്ണതയോടും വിശ്വസ്തയോടും ചെയ്ത് തീർപ്പാൻ അവൾക്ക് കൃപ കൊടുത്തു. ഞങ്ങളും ആദരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ വിശ്വസ്തയോടെ നിന്നും കർത്താവിൻ്റെ വരവെങ്കിൽ മരണം ജീവനോ ശേഷിക്കുമെങ്കിലും ദൈവത്തിനായി ജീരണം അതുവരെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവമക്കളെയും പ്രാർത്ഥന ദൈവനാമത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ജ്യേഷ്ഠത്തെക്കുറിച്ച് സാക്ഷി പറയുവാൻ ഇതിൻ്റെ അവസരം നൽകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സാക്ഷി പറയുന്നത് ഞാനും ചിന്തിച്ചിട്ടില്ല. എങ്കിലും കർത്താവിൻ്റെ ജ്യേഷ്ഠത്തിൽ ആരംഭിച്ച എൻ്റെ പ്രവൃത്തി എൻ്റെ പൂർണ്ണത്തിൽ ഞാൻ കുടുംബമായി വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വരുമ്പോൾ എനിക്കൊന്ന് 10 വയസ്സ് മാത്രം പ്രായമാണ്. ചെറിയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ഈ ശുശ്രൂഷയിൽ വന്നതുവരെയും ഈ ശുശ്രൂഷയിൽ ദൈവകൃപ നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 79-ാം തോന്നി ഡൽഹി പ്രദേശത്തേക്ക് കടന്നു. ആ കാലങ്ങളിൽ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ക്ഷാമങ്ങളും പട്ടിണികളും അങ്ങനത്തെ കഷ്ടങ്ങളൊക്കെ സഹിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടാലും ഒരു പരാതി ഒരു പരിഭവം ഞങ്ങളുടെ ആരും പറഞ്ഞിട്ടില്ല. കർത്താവ് ആക്കിയ സ്ഥാനത്ത് സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ ചേച്ചി സഹായിച്ചു. ചേച്ചി 77 കർത്താവിന് ശുശ്രൂഷയ്ക്കായി വന്നു. ഞാൻ 87 കർത്താവിന് ശുശ്രൂഷയ്ക്കായി വന്നു. ഞാൻ കർത്താവ് ശുശ്രൂഷയ്ക്കാതെ ജ്യേഷ്ഠത്തിനോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു. ഞാൻ ഈ ശുശ്രൂഷയിലുണ്ടെന്ന് വിചാരിച്ച് നീ ഈ ശുശ്രൂഷ ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞു. താരെടുത്ത പ്രതീക്ഷയിൽ അവസാനം നിലനിൽക്കാൻ ദൈവം സഹായിച്ചു. ലക്നൌവിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ചെന്ന് ആരംഭിച്ച സന്ദർഭത്തിലൊക്കെ വളരെ ഭാരങ്ങളും വളരെ പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ന്യൂസ് പേപ്പർ വിരിച്ച് അതിനകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ആരംഭ സമയത്ത് നേരെ ആരംഭിച്ചത്. അങ്ങനെ പല വേദനകളും പല കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം ജീവിതത്തിൽ വന്നുവെങ്കിലും അതെല്ലാം സന്തോഷത്തോടെ സഹിപ്പാൻ ദൈവം സഹായിച്ചു. നിങ്ങളുടെ മാതാവാണെങ്കിൽ നിങ്ങളുടെ പിതാവ് ഒരു പൂർണ്ണനായ മനുഷ്യനാണ്. ഈ വിശ്വാസത്തിൽ വന്നത് മുഖാന്തരം എൻ്റെ മാതാവ് ഒത്തിരി ഉപദ്രവങ്ങളും കഷ്ടങ്ങളെല്ലാം സഹിക്കുകയുണ്ടായി. എന്നാൽ എൻ്റെ മാതാവ് ഞങ്ങളെ മക്കളെല്ലാം നല്ല അനുസരണത്തിലും ദൈവഭയത്തിലും അടക്കുന്നതിനിടയായിത്തീർന്നു. എൻ്റെ ഈ ചേച്ചി ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് സമയത്തിരിക്കാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സമയത്തിരിക്കുന്നത് എന്തോ ഒരു ചെറിയൊരു കുറ്റം കാണിച്ചുകൊണ്ടതിന് മണൽ വാരിയിട്ടിട്ട് അതിന് പേരിങ്ങനെ നിർത്തുകയുണ്ടായി. അതുപോലെ കട്ടപ്പനയെ സംബന്ധിച്ച് വളരെ തണുപ്പുള്ള സ്ഥലമാണ്. വെളുപ്പിന് 4 മണിക്ക് കറക്റ്റ് 4 മണിയാകുമ്പോൾ എൻ്റെ അമ്മ എഴുന്നേൽക്കും. ആദ്യത്തെ പാട്ട് പാടും. ആരും എഴുന്നേറ്റില്ലെങ്കിൽ രണ്ടാമതൊരു പാട്ട് കൂടെ പാടും. പിന്നെ എഴുന്നേറ്റില്ലെങ്കിൽ ഓരോ വന്ന് വെള്ളം കൊണ്ടുവന്ന് എല്ലാവരുടെ തലയിൽ ഇങ്ങനെ ഒഴിക്കുക പതിവായിരുന്നു. ഞങ്ങൾ ആ തല നനഞ്ഞ തലയോട് വന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. അങ്ങനെ ആത്മീയ കാര്യത്തിൽ എൻ്റെ മാതാവ് വളരെ കർശനമാണ്. സഹായത്തിന് പോയത് മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് അന്നത്തെ സഹായത്തിന് പ്രസംഗിച്ച പ്രസംഗങ്ങളില്ല ഗുരുവാക്യ സഹിതമെല്ലാം പറഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് ഭക്ഷണമുള്ളൂ. അതുപോലെ ആത്മീയ കാര്യങ്ങൾ വളരെ തീക്ഷ്ണതയായിരുന്നു എൻ്റെ മാതാവ്. ആണ് മക്കളായ ഞങ്ങളെല്ലാം നശിച്ചു പോകാതെ ഈ സത്യത്തിൽ നിലനിൽക്കാൻ ദൈവം സഹായിച്ചു. ചേച്ചിയെ സംബന്ധിച്ച് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 30 വർഷമായെന്ന് പറഞ്ഞ് കണ്ണിനിങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഒരു കണ്ണിനാണ് ആദ്യമായി കാഴ്ച നഷ്ടപ്പെട്ട്. 2 കണ്ണുകൾ ബാധിക്കുകയുണ്ടായി. എങ്കിലും ഇത്രയും വർഷക്കാലം ദൈവം നിലനിർത്തി. ജീവിയപ്പച്ചൻ ഇങ്ങനെ പറയുകയുണ്ടായി, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവിടെ നമുക്ക് ലജ്ജിച്ചു പോയില്ല. വത്സമ്മ പറയണം,
അവങ്കിലേക്ക് നോക്കിയവരുടെ കണ്ണ് പ്രകാശിതമായി അങ്ങനെ ഏറ്റു പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ദേശത്തിൽ അത് ആ വചനം ഇങ്ങനെ ഏറ്റു പറഞ്ഞ് ഇത്രയും വർഷം ഇങ്ങനെ കഴിയുന്നുണ്ടായി. എന്നാലേ അടുത്ത സമയത്ത് രണ്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോൾ അല്പമായ പ്രയാസമുണ്ടായി. എന്നോട് പറഞ്ഞ് രണ്ട് കണ്ണിന് കാഴ്ച തീരുവാൻ തോന്നും, എനിക്ക് ബുദ്ധിമുട്ടാണ് തോന്നുന്നു പറഞ്ഞു. ആ ഒരു വിഷയത്തിൽ ചേച്ചിക്ക് അല്പം ഭാരമുണ്ടായിരുന്നെങ്കിലും സാറുകളെല്ലാം നന്നായി ശുശ്രൂഷിക്കുകയും അന്വേഷിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഭാരപ്പെടേണ്ടതായിട്ട് വന്നില്ല. ഇവിടെ ഈ സ്ഥലത്ത് വന്നതിന് ശേഷം ഈ ന്യൂ ഇയറിന് ശേഷമായിട്ടാണ് ചേച്ചിക്ക് ഇത്രയും അസുഖം കൂടിയതും ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതും. ഞാനിടയ്ക്ക് ഇവിടെ കാണാൻ വരികയുണ്ടായിരുന്നു. 4 ദിവസം ഞാനിവിടെ താമസിക്കുകയുണ്ടായി. ശരീരത്തിൽ വളരെ കഷ്ടം സഹിച്ച് വളരെ വേദനയിൽ കൂടെ കടന്നുപോയി. ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഇതെന്തൊരു പാതയാണ് ദൈവം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, ചേച്ചി ദൈവം വിശ്വാസത്തെ പരിശോധിക്കുകയാണ്, പിന്നെ മൂലപ്പുറത്തുണ്ടെങ്കിൽ ദൈവവിശ്വാസം പരിശോധിക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. വേദന സഹിക്കാൻ വരുമ്പോൾ പലപ്പോഴും എന്നോട് ഇങ്ങനെ പറയാനുണ്ട്, എനിക്ക് മതി, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചി അങ്ങനെ പറഞ്ഞു, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ തേജസ് വർദ്ധിക്കുകയാണ്, ഒരിക്കലും അങ്ങനെ പറയുന്നത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച അവസാനമായിട്ട് എന്നോട് സംസാരിച്ച് ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഫോൺ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, പിന്നെ ഞാനും സംസാരിക്കും. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാനമായിട്ട് എന്നോട് എന്തോ 2 കാര്യം മാത്രം പറഞ്ഞു. പക്ഷെ ഞാനും പ്രാർത്ഥിച്ചു, കർത്താവ് കഷ്ടത്തിൽ ദൈവം എത്രയും പെട്ടെന്ന് വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിച്ചു. ഈ വിശ്വാസ വീട്ടിലായാലും പ്രിയപ്പെട്ട ബ്രദറായാലും സഹോദരിമാരായാലും പ്രത്യേകിച്ച് പ്രവീണ സ്വന്തം അമ്മയും പോലെ നല്ല ശുശ്രൂഷിക്കുവാൻ ദൈവങ്ങൾക്ക് പറഞ്ഞു. മറ്റു സഹോദരിമാരും എല്ലാവരും എൻ്റെ ചേച്ചി നന്നായി അന്വേഷിക്കുന്നു. ഞാൻ ദിവസത്തിൽ നന്ദിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ദേശത്തിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി കൂടുതൽ എത്തിച്ചു. എനിക്ക് ഒരു ദിവസം നിന്ന് ബോംബെക്ക് മാറ്റമായപ്പോൾ ചേച്ചിക്ക് ഇത്തിരി ഭാരമുണ്ടായി. ഇത്രയും വർഷം ഇവിടെ താമസിച്ചിട്ട് ഈ ബോംബെയിൽ ഒന്ന് ഭാഷ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നോട് ചോദിച്ചു, നിർത്തിപ്പാരോട് പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ദൈവത്താൽ നയിക്കപ്പെട്ടെങ്കിൽ ദൈവം എനിക്ക് പ്രബോധനം. ഞാനിവിടെ വന്ന സമയത്ത് ഇത്തിരി ദുഃഖവും വേദനയും ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതിനെല്ലാം ദൈവം വിടുതൽ കൊടുത്തു. ഈ കഴിഞ്ഞ മദ്രാസ് കൺവെൻഷനോട് പറഞ്ഞു, അത് അവസാനത്തെ കൺവെൻഷൻ എനിക്ക് തോന്നുന്നു, ഇനി എനിക്കൊരു കൺവെൻഷൻ കൂടാൻ പറ്റത്തില്ല MC, അതുകൊണ്ട് ഞാൻ ഈ കൺവെൻഷന് വരിക. നീ സെൻട്രൽ മാസ്റ്ററോട് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ സെൻട്രൽ പ്രസിഡന്റിനോട് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ കഴിഞ്ഞ മദ്രാസ് കൺവെൻഷൻ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഒന്നിച്ച് സന്തോഷിക്കാൻ പിരിയുവാനെല്ലാം ദൈവം സഹായിച്ചു. അത് അവസാനത്തെ കൺവെൻഷനാണ്. 2023 കേരളത്തിൽ കൊട്ടാരക്കര കൺവെൻഷൻ കടന്നു വരികയുണ്ടായി. അവിടെ വന്ന സമയത്ത് 2-3 ദിവസം ഞാൻ വിശ്വാസഭവനത്തിൽ വന്ന് താമസിക്കുകയുണ്ടായി. ലാസ്റ്റ് വരവാണത്. അങ്ങനെ വന്ന് സന്തോഷമായിട്ട് അവിടെ നിന്ന് വരുവാനൊക്കെ ദൈവം സഹായിച്ചു. എൻ്റെ ജ്യേഷ്ഠത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം സഹിക്കുന്നൊരു ഹൃദയമുണ്ട്. പല കാര്യങ്ങളും പല വിഷയങ്ങളിലായിരിക്കും ചോദിക്കുമ്പോൾ നീ അതൊന്നും അറിയണ്ടാകുന്നു പറയും. അതുപോലെ മറ്റുള്ളവരുടെ എന്തെങ്കിലും കുറവുകളോ അല്ല തെറ്റുകളോ ചേച്ചി ഇങ്ങനെയൊക്കെ കേൾക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ആ വിഷയം മാത്രം സംസാരിക്കുന്നത്, ആരുടെയും കുറവുകൾ സംസാരിക്കുന്നത്, ആരുടെയും കുറവുകൾ കേൾക്കുവാൻ ശ്രമിക്കരുത്, നല്ല സ്വഭാവമല്ലെന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിൽ ഒരു കാര്യവും ചോദിക്കാറില്ല. അതുപോലെ പ്രാർത്ഥനാ സമയങ്ങളിൽ അത്യാവശ്യം എപ്പോഴെങ്കിലും ഫോൺ ചെയ്ത് അവിടെ ചോദിക്കും, നിൻ്റെ വിശ്വാസം വേണ്ടി പ്രാർത്ഥനയില്ലെങ്കിൽ പ്രാർത്ഥന സമയത്ത് ഇപ്പോഴെന്തിനാ ഫോൺ ചെയ്തതെന്ന് ചോദിച്ചത് വഴക്ക് പറയും. അതുകൊണ്ട് പ്രാർത്ഥനാ സമയങ്ങളൊന്നും ഞാൻ ഫോൺ ചെയ്യാറില്ല. ഇങ്ങനെ ആത്മീയകാലത്തിൽ എൻ്റെ ചേട്ടത്തിൽ തീക്ഷ്ണതയോടെ ആയിരുന്നു. ഇത്രയും വർഷക്കാലം ഈ ഡൽഹി സെറ്റിൽ വന്ന് കർത്താവിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുക ദൈവം സഹായിച്ചു. ദൈവം നിങ്ങളെ നല്ല പ്രവൃത്തിയാക്കിച്ച ദൈവം ക്രിസ്തുനാളോളം തീർപ്പാൻ ശക്തി ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അപമാനങ്ങളിൽ നിന്ന് പരിഹാസങ്ങളെല്ലാം ജീവിതത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. എങ്കിലും അവിടെ എല്ലാം സഹിപ്പാൻ ദൈവം സഹായിച്ചു. ഒരു പ്രാവശ്യം രാജസ്ഥാനിലേക്ക് മാറ്റമുണ്ടായിരുന്നു. കുറച്ച് വർഷം ഈ ആസ്മ രോഗം ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ മാറ്റം വന്നപ്പോൾ മഴ പോലും പെയ്യത്തിൽ ഇങ്ങനെ പൊടിക്കാറ്റാന്ന് പറയും. എന്നോട് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് മാറ്റം. ഞാൻ പറഞ്ഞ ചേച്ചി പാസ്റ്ററോട് പറ, ഞാൻ പറയുന്നില്ല, ദൈവം എന്നെ അയച്ചത്, ദൈവം എന്നെ സഹായിക്കുന്നു. ഇങ്ങനെ ആ വർഷം മദ്രാസ് കൺവെൻഷനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീൽ ചെയറിനകത്താണ് അന്നത്തെ ഫെയ്ത്തോമിലേക്ക് അത്ര ശരീരത്തിൽ ക്ലേശത്തോടെ അവിടെ ചെന്നു. എന്നാൽ ദൈവം ഒരു പ്രവൃത്തി അവിടെ ചെയ്തു. അതോടുകൂടി ആസ്മ രോഗത്തിൽ ദൈവം സൗഖ്യം. എൻ്റെ ജ്യേഷ്ഠത്തെ എപ്പോഴും പറയാൻ നടത്തിപ്പാൻ ഒരുപക്ഷെ നമുക്ക് ചിലപ്പം ഭാരമോ വിഷമത്തോ എന്നൊക്കെ രീതിയിൽ നടത്തിയാലും അതിൻ്റെ പിന്നിൽ ഒരു നന്മയുണ്ടായിരിക്കും. അതായിരിക്കും നാം ചിന്തിക്കുന്നത്. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ പറയുണ്ടായി, അന്നേരം എനിക്ക് ഭാരം ഉണ്ടായിരുന്നെങ്കിലും ദൈവം വലിയ പ്രവൃത്തി ചെയ്തു. ആസ്മ രോഗത്തിൽ നിന്ന് ദൈവം സൗഖ്യം കൊടുത്തു. പിന്നെ ഈ അവസാന നാളുകളാണ് അല്പം
കഷ്ടമൊക്കെ ഉണ്ടായി. എങ്കിലും കർത്താവിനോട് സഹായിച്ചു. നീണ്ട വർഷക്കാലം കർത്താവിൻ്റെ വീട്ടിൽ വസിപ്പാൻ, കർത്താവിനെ സേവിപ്പാൻ ദൈവഭാഗ്യം കൊടുത്തു. എത്രയോ പ്രിയപ്പെട്ടവർ ഈ വിശ്വാസം വിട്ടു പോകുമ്പോൾ ജ്യേഷ്ഠത്തിവരെ വിശ്വാസത്തിൽ നിന്ന് നല്ലൊരു അവസാനം ദിവസം വായിച്ചു. ഈ കഴിഞ്ഞ ആഴ്ച ദിവസത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവ് ഇനി അധികം കഷ്ടപ്പെട്ടു ഇത്രയും പെടുന്ന ദിവസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച ഉച്ചവരെ ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവിനെ ചേരുവാൻ ദൈവം സഹായിച്ചു. ദൈവം ജയിച്ചിട്ട് കൊടുത്ത നല്ല അവസാനമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഷിലോങ്ങിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠത്തിന് അങ്ങോട്ട് വരാൻ കഴിയാതെ ആയിരിക്കുന്നു. പുറനോ സെൻറ്ററിലെ കർത്ത ശുശ്രൂഷയുടെ അനുശോചനം അറിയിക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇവരെ കർത്താവ് തന്നിൽ ആരംഭിച്ച് എത്തിച്ച് ദൈവം ആഗ്രഹിച്ച സ്ഥാനത്ത് ദൈവം കൊണ്ടെത്തിച്ച് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടും, തേജസ്സിൽ ഉയർക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ കാവ്യദേശത്തിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ ഞാൻ ദൈവസ്ഥിതിയിലേക്ക് കാണിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥന വിളിച്ചു സാക്ഷി